നമസ്കാരം. ജീവിതത്തിൽ ആകസ്മികമായും നിരന്തരമായും ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ആധ്യാത്മികമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇത്തരം മാർഗങ്ങൾ അന്വേഷിച്ച് ജ്യോത്സ്യന്മാരെയും ജ്യോതിഷത്തെയും അന്വേഷിച്ച് പോകുന്നവർ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകുന്നവർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉപാസനാമൂർത്തി ഏതാണ്, അല്ലെങ്കിൽ ഇഷ്ടദേവത ഏതാണ് എന്നുള്ളത്. എങ്ങനെയാണ് ഒരാളുടെ ഉപാസനാമൂർത്തി ഏതാണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഏത് ദേവതയെ ഉപാസിച്ചാലാണ് ഒരാൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക, ദേവതയെ എങ്ങനെ മനസ്സിലാക്കാം, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എണ്ണിയാലൊടുങ്ങാത്ത ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. വിവിധ ഭാവങ്ങളിലും വിവിധ രൂപങ്ങളിലുമെല്ലാമുള്ള നിരവധി ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. ഇതിലേത് ദേവതയാണ് നമുക്ക് ഉപാസിക്കേണ്ടത്, ഏത് ദേവതയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്? ഇത്രയധികം ദേവതകൾ നമുക്കുണ്ടെങ്കിലും ഈ ദേവതകളെയെല്ലാം നമുക്ക് രണ്ട് തരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. എല്ലാ ദേവതകളെയും ചേർത്തിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ദേവതകളാണ് നമുക്കുള്ളൂ. ഒന്ന് രൗദ്ര ദേവതകളും മറ്റൊന്ന് സൗമ്യ ദേവതകളും. ഏത് ദേവതകളും ഇങ്ങനെയായിരിക്കും, രൗദ്ര ദേവതകളും സൗമ്യ ദേവതകളും. ബാക്കി എല്ലാ ദേവതകളും ഈ രണ്ട് രൗദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ സൗമ്യതയുടെയോ കോമ്പിനേഷനുകളായിരിക്കും. ഇങ്ങനെയുള്ള ദേവതകളാണ് നമുക്കുള്ളൂ. ഇനി ഇതിലേതിനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്? ആധുനിക മനഃശാസ്ത്രം അനുസരിച്ച് മനുഷ്യന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തനാണ്. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണങ്ങൾ മനുഷ്യർക്കുണ്ട്. പക്ഷേ എങ്കിലും മനുഷ്യരെയും പൊതുവായിട്ട് ഇതുപോലെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ആളുകളായിട്ടാണ് മനുഷ്യൻ്റെ സ്വഭാവ ഘടനയനുസരിച്ച് രണ്ട് തരത്തിലുള്ള ആളുകൾ ഉള്ളതായിട്ടാണ് മനഃശാസ്ത്രം തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഭയം ഉള്ളവർ, ഡെത്ത് ഭയം എന്ന് വെച്ചാൽ മരണഭയമാണ്. പക്ഷേ മരിക്കുമോ എന്നുള്ള ഭയം മാത്രമല്ല, എല്ലാ കാര്യങ്ങളോടുമുള്ള ഭയം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ഒരു കാര്യം ഉത്തരവാദിത്തോടു കൂടി ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട തൊഴിലെടുക്കുന്നതിനും